എല്ലാ പ്രൊഫഷനെയും AI റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. മെഡിക്കൽ പ്രൊഫഷനിൽ ഡോക്ടേഴ്സിനെ AI റീപ്ലേസ് ചെയ്യും? ഡോക്ടേഴ്സിനെ AI റീപ്ലേസ് ചെയ്യും എന്ന് നമ്മൾ അറ്റ് പ്രസന്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുന്ന AI മോഡൽസ് കാര്യങ്ങൾ അറ്റ് പ്രസന്റ് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ വർക്ക് കുറച്ചും കൂടി ഈസി ആക്കും. പക്ഷേ ചില മേഖലകളെങ്കിലും ഡോക്ടേഴ്സിൻ്റെ എണ്ണം ചിലപ്പോൾ കുറക്കാൻ AI കാരണമാകുന്നുള്ളതാണ്. ഏതൊക്കെ നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ AI മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡാറ്റ കിട്ടിയാൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള AI മോഡൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഒരുപാട് മെഡിക്കൽ ഡിസിപ്ലിൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാറ്റ നമുക്ക് അറ്റ് പ്രസന്റ് കിട്ടുന്നത് പാത്തോളജിയിലും അതുപോലെ റേഡിയോളജിയിലുമാണ്. അപ്പം എത്രത്തോളം ഡാറ്റ നമുക്ക് ഈ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ ഔട്ട്കംസ് കിട്ടും. അപ്പോൾ ഈ AI അറിയുന്ന ഡോക്ടേഴ്സിന് അറിയാത്ത ഡോക്ടേഴ്സിൻ്റെ മുകളിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ കമ്പ്യൂട്ടർ അറിയുന്ന ഡോക്ടേഴ്സും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത ഡോക്ടേഴ്സും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ. അപ്പോൾ AI മോഡൽസ് അറിയുന്ന ഒരു ഡോക്ടറും AI എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തൊരു ഡോക്ടറും തമ്മിൽ സ്വാഭാവികമായിട്ട് വ്യത്യാസം ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം റേഡിയോളജിൻ്റെ കേസിലും പാത്തോളജിൻ്റെ കേസിലും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു AI മോഡൽ ഒരു MRIയോ എക്സ്റേ ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു ഡോക്ടർ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന വ്യത്യാസം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു MRI ഇമേജ് നമ്മൾ നോക്കുക, ഒരു ബ്രെയിനിൻ്റെ MRI ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലുള്ള ഒരു സൾക്കൈക് ഏരിയ സ്ട്രക്ചറും ഹിപ്പോകാമ്പൽ ഏരിയ ഒക്കെ നോക്കിയിട്ടാണ് ഒരു റേഡിയോളജിസ്റ്റ് അയാൾക്ക് അൾഷിമേഴ്സ് ഉണ്ടോ ഇല്ല എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡോക്ടറെക്കാളും നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI മോഡൽ നിലവിലുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 10 ഡോക്ടർമാർ റേഡിയോളജിസ്റ്റുകൾ വേണ്ട സ്ഥാനത്ത് ഇനി ഒരു 2 ഡോക്ടർമാർ മതിയായിരിക്കും. ബാക്കി ഡയഗ്നോസ് ഒക്കെ AI ചെയ്യും. ഡോക്ടേഴ്സിന് പിന്നെ സൈൻ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ ഇൻഎഫക്റ്റ് ഉണ്ടാവൂ. ഈ മെഡിക്കൽ പ്രൊഫഷനിൽ നമ്മൾ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റിന്റെ അപ്പുറത്ത് ഒരു എംപതി, കമ്പാഷൻ അതൊക്കെയാണ് ഒരു വലിയൊരു മാറ്റർ ആണല്ലോ. അതിനെ റീപ്ലേസ് ചെയ്യാൻ AIക്ക് കഴിയും? അറ്റ് പ്രസന്റ് ടെക്നിക്കലി സ്പീക്കിംഗ് കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് എത്രത്തോളം നന്നായിട്ട് ഇമോഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന AI മോഡൽസ് അറ്റ് പ്രസന്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ തന്നെ പല മോഡൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഡോക്ടർ തന്നെ വേണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ ഒക്കെ ചിലപ്പോൾ അത് പറ്റുമായിരിക്കും. അപ്പോൾ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ മുഴുവൻ AI മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡായിരിക്കും കുറച്ചും കൂടെ പുതിയ റിസർച്ച് പേപ്പേഴ്സിലൊക്കെ വരുന്നൊരു സംഗതി. ഡോക്ടേഴ്സ് ഉണ്ട്, എന്നാൽ അവർക്ക് ടെക്നിക്കൽ നോളജും ഉണ്ട്, അല്ലെങ്കിൽ AI അസിസ്റ്റൻസും അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ റീപ്ലേസ്മെന്റിന്റെ ചർച്ച മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഈ റെവല്യൂഷനിൽ, ഈ AI റെവല്യൂഷനിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോസിറ്റിവിറ്റിയും ഇംബൈബ് ചെയ്ത് ഒരു ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ അക്യുറസിയും ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതെ, കാരണം വെച്ചാൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ മെഡിക്കൽ ഹിസ്റ്ററി നോക്കി അത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. അതല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾക്കാണ് പിന്നെ കുറേ ടൈം വേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ക്ലറിക്കൽ കാര്യങ്ങൾ മുഴുവൻ നമുക്കൊരു AI മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം പേഷ്യൻസിനെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ എൻ്റെ അറിവിലൊരു ഡോക്ടർക്ക് മിനിമം ഒരു 100 പേഷ്യൻസെങ്കിലും ഒരു ദിവസം പിന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ 100 പേഷ്യൻസിന് ഒരു ദിവസം നോക്കുമ്പോൾ എത്ര ക്വാളിറ്റി ടൈം ഒരു ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്ലിനിക്കൽ ടാസ്ക് മൊത്തം നമ്മൾ AI മോഡലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് ഒരു കേസും കൂടെ ഒരു ഡോക്ടർ ഒരു 30 പേഷ്യൻസിനെ മാത്രമേ ഒരു ദിവസം നോക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ക്ലിനിക്കൽ ടാസ്കുകളൊക്കെ AI മോഡലിൽ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 50-60 പേഷ്യൻസിന് ഒരു നോക്കാം. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സ്കില്ല് കൂടുകയാണ്, സ്വാഭാവികമായിട്ടും അവർക്കുള്ള മേ ബി പേഷ്യൻസിൻ്റെ നമ്പറും സ്വാഭാവികമായിട്ടും ഇൻക്രീസ്ഡ് ആവും. ബെനിഫിറ്റ്സ് എന്തായാലും കിട്ടുമല്ലോ.